നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ദേവേനയും നയനയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേവേനെ അവസാനം സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ്. അഭിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വസിക്കാണ്ട് സാധിച്ചില്ല ദേവേനിക്ക്. ദേവേന ചോദിച്ചു, സത്യമാണോ മോളെ നീ പറയണേ? അഭിയാണോ ചന്തുമോളുടെ അച്ഛൻ ചോദിക്കുക. അതെ, DNA ടെസ്റ്റ് നടത്തി ആ റിസൾട്ടൊക്കെ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാന്ന് പറയണം. എന്നാലും അവൻ എങ്ങനെ ഈ ചതി ചെയ്യാൻ തോന്നിയെന്ന് ചോദിക്കണം. അതെ, അവനാണ് ഈ ചതി ചെയ്തേ. അവനെല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു അമ്മേ. അവൻ നേരത്തെ തന്നെ ആദർശന്റെ ഒരു ഫോട്ടോ കൊണ്ട് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അനികയുടെ ഫോട്ടോ ആയിട്ട് യോജിപ്പിച്ചെല്ലാം അവിടെ വെച്ചിരുന്ന. പിന്നീട് മുത്തശ്ശനെ ആദർശേട്ടനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുമായിരുന്നു. ആദർശേട്ടനെ കെണിപ്പെടുത്തുമായിരുന്നു പറയാം. എന്നാലും അവനിത് എങ്ങനെ തോന്നി മോളെന്ന് ചോദിക്കണം. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താണെങ്കിലും എല്ലാവരും കേൾക്ക് ഞാനിത് പറയും. കുറച്ച് ദിവസങ്ങളായി എല്ലാവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. ആ ജലജയുണ്ടല്ലോ, അവളുടെ കർണം തീർത്തു എനിക്കൊരെണ്ണം പൊട്ടിക്കണമെന്ന് പറയണം. എന്റെ മോൻ എന്തോ വലിയ തെറ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു കുറച്ച് ദിവസമായിട്ട് അവളുടെ പെരുമാറ്റ സംസാരമൊക്കെ. സഹിക്കുന്നതിനൊരു പരിധിയില്ല മോളെന്ന് ചോദിക്കാം. അത് കേട്ടപ്പോ നയന പറഞ്ഞു, വേണ്ടമ്മേ, അങ്ങനെയൊന്നും ഇപ്പൊ എടുത്തിയായിട്ട് ഒരു തീരുമാനം എടുക്കരുതെന്ന് പറയാം. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ മോൻ എല്ലാവരും മുന്നിൽ തെറ്റുകാരനായിട്ട് നാണം കെട്ടിങ്ങനെ നിൽക്കുവാണ്. അപ്പൊ നിനക്ക് അതിന് നാണക്കേടും കാര്യങ്ങളില്ലേ? നിന്റെ ഭർത്താവിനെ എല്ലാരും കുറ്റപ്പെടുത്തുന്നേ. അവനാണ് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞോണ്ട്. എന്നിട്ടോ തെറ്റ് ചെയ്ത് അഭി നല്ല പിള്ള ഞങ്ങൾ നടക്കുവാണ്. അപ്പൊ നിനക്കൊരു കുറ്റബോധമൊന്നും തോന്നില്ലേന്ന് ചോദിക്കാം. അതെ അമ്മേ, അമ്മ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ അറിയേണ്ട ആൾക്കാരൊക്കെ അറിഞ്ഞല്ലോ. മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയാം സത്യാവസ്ഥ. പിന്നെ അമ്മയ്ക്കും എനിക്കും അറിയാം. നമ്മൾ അറിഞ്ഞാ പോരെ. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ആദർശന്റെ ഏറ്റവും വിഷമം അമ്മ ആദർശേണ്ണ തെറ്റിദ്ധരിച്ചില്ലായിരുന്നു. ഇപ്പോഴ് എനിക്കിത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സമാധാനമുണ്ട്. അമ്മയുടെ മനസ്സിൽ ആദർശേണ്ണോടുള്ള നീരസമൊക്കെ മാറിയല്ലോ എന്ന് പറയാം. എന്നാലും അവനിത് എന്നോട് തുറന്നു പറയായിരുന്നു. അവൻ ഇതിനായിട്ട് എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല മോളെ. തൽക്കാലത്തേക്ക് ഞാനിത് അറിഞ്ഞെന്ന് അവനോട് പറയണ്ട. എനിക്ക് അവനോട് നേരിട്ട് ചോദിക്കണം. എനിക്കിത് അറിയണമെന്ന് പറയണം. അത് കേട്ടപ്പോ നയന പറഞ്ഞു, അമ്മേ അത് പിന്നെ മോളൊന്നോടും വിഷമിക്കണ്ട. ഞാനായിട്ട് പറയാൻ പോകുന്നില്ല. അവൻ പറയുമല്ലോ എന്ന് ഞാൻ അറിയട്ടെ എന്ന് പറയാം. എന്നാലും ഇത്രയും വലിയൊരു രഹസ്യം അവനുള്ളിൽ ഒളിപ്പിച്ച ഇത്രയും ദിവസം നടന്നില്ലേ? അത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ട് തന്നെയാ. ഒരു പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചിയുടെ ജീവിതം എന്താവും? നവ്യേച്ചിയുടെ ജീവിതം അതോടുകൂടി തീരും. അഭി ഇങ്ങനെ ഒരു ചതി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചി മിക്കവാറും ജീവൻ തന്നെ ഒടുക്കിയെന്നിരിക്കും. സഹിക്കാൻ പറ്റില്ല. എന്തൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടാ നവ്യേച്ചി ഇപ്പൊ അഭിനെ സ്നേഹിക്കണം എന്നറിയാവോ? അഭിക്ക് നല്ല മാറ്റമാണെന്ന് പറഞ്ഞിരിക്കുക. ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം കേട്ടോണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അത് മാത്രല്ല, അനഘയുടെ കാര്യമൊന്നും ഓർത്തേക്ക് പാവം. അതിന് സ്വസ്ഥത സമാധാനത്തോടു കൂടി ഒന്ന് മരിക്കാൻ പോലും പറ്റില്ല. അബിയുടെ കയ്യിലെ കുഞ്ഞെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനയ്ക്ക് ചിലപ്പോ ഇപ്പൊ നല്ല ടെൻഷനായിരിക്കും. ഒരു പക്ഷെ ഞാനും ആദർശേട്ടനും നോക്കുന്ന ഓർത്തിട്ട് തന്നെയായിരിക്കും ഒരു സമാധാനമായിട്ട് കിടക്കുന്നത്. കാരണം അബി ദുഷ്ടനാന്നുള്ള കാര്യം അനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയണം. എന്നാലും ഇതങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ മോളെ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദർശിനെ ഒന്ന് വിളിക്കാന്ന് പറയണം. അല്ല, ആദർശേട്ടനെ വിളിച്ചിട്ടോ എനിക്ക് അവനെ കാണണം, ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പറയാം. മോളൊരു കാര്യം ചെയ്യാം, മോൾ ഇവിടെ വന്ന കാര്യം ഇപ്പൊ തൽക്കാലത്തേക്ക് അറിയണ്ട. മോളവിടെ വണ്ടിക്കകത്ത് കയറി ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് ആദർശിനെ വിളിച്ചിട്ട് എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറയാം. എന്താമ്മേ കാര്യം? നീ ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ ബീച്ചിന്റെ അങ്ങോട്ടേക്കാണ് വിളിക്കുന്നത്. അവിടേക്ക് ആദർശ് വരുവാണ്. ആദർശ് വന്നു കഴിഞ്ഞപ്പം ദേവേന് പറഞ്ഞു, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട്. നീ സത്യം മാത്രമേ പറയാവുള്ളൂ എന്ന് പറയും. എന്ത് കാര്യങ്ങള്? ഞാൻ ചന്തുമോളെ കുറിച്ച് നിന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും നീ വ്യക്തമായ ഒരു ഉത്തരം എനിക്ക് തന്നിട്ടില്ല. എനിക്കറിയണം, സത്യം പറ, ചന്തുമോൾ ആരുടെ കുട്ടിയാന്ന് ചോദിക്കുക. ഇതെന്താ അമ്മ ഇങ്ങനെ ചോദിക്കണേ? മുമ്പ് അമ്മയോട് പറഞ്ഞിരിക്കുന്ന കാര്യമില്ലേ? ഇനിയിപ്പൊ പ്രത്യേകിച്ച് അമ്മയോട് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് അമ്മയോട് കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയണ്ടേന്ന് പറയണം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ അമ്മേ. ഓഹോ, അപ്പൊ നിനക്ക് അതെന്നോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അത് പിന്നെ അമ്മ ഞാൻ വേണ്ട, എനിക്കറിയാം നീ പറയാൻ പോകുന്നില്ലെന്ന്. നീ സത്യം എന്താന്ന് തുറന്നു പറയാൻ പോകുന്നില്ല. നിന്റെ കുഞ്ഞാന്നല്ല നീ പറയണേ. അങ്ങനെയാണ് ഞാനും ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നീ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് ദേവേനെ അങ്ങോട്ടേക്ക് മുന്നോട്ട് ഓടുവാണ്. ആ സമയം ആദർശ് അമ്മയെന്നും പറഞ്ഞ് പുറകെ കൂടുക. കാരണം ബീച്ചാണ്, വലിയ തിരമാല ഇങ്ങനെ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തിരകളൊക്കെ ഉണ്ട്. ആ സമയം നയന ഇത് കണ്ടു. നയന പെട്ടെന്ന് കാറിനകത്ത് ചാടി ഇറങ്ങി ഓടി വന്ന് ദേവേനെ ബ്ലോക്ക് ചെയ്യണം. അമ്മ ഇത് എന്ത് പരിപാടിയെ കാണിക്കണം ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആദർശ് നയനയെ കാണുന്നത്. ഈ സമയത്ത് ദേവേനെ പറഞ്ഞു, കണ്ടില്ലേ, ഇവൻ എന്നോട് ഇതോടെ സത്യം തുറന്നു പറഞ്ഞിട്ടില്ല മോളേന്ന് പറയാ. ആദർശ് ചോദിച്ചു, നീ ഇത് എപ്പോഴാ വന്നേന്നൊക്കെ നയനോട് ചോദിക്കാം. നയന പറഞ്ഞു, ആദർശേട്ടാ അത് ഞാൻ പിന്നെ അമ്മ വിളിപ്പിച്ചിട്ട് വന്നതാ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, കാരണത്തുണ്ടായിരുന്നു പറയണം. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, നീ ഇനി എന്നോടൊന്നും മറക്കണ്ട ആദർശേ. എന്നാലും നിന്റെ നാവിൽ നിന്ന് ആ സത്യം എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചത്.
എന്നിട്ടിപ്പോ നയന പറഞ്ഞു, ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ എന്ത് പരിപാടിയായി കാണിക്കാൻ പോയത് എന്നൊക്കെ ചോദിച്ചാൽ ആദർശ് വഴക്ക് പറയാണ്. പിന്നല്ലാതെ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലേ, നിനക്ക് എന്നോട് പറയാൻ മടിയല്ലേന്ന് ചോദിക്കുകയാണ്. ഒന്നുമല്ല നിന്റെ പെറ്റമ്മയല്ലടാ ഞാൻ, ഇങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് നീ തുറന്നു പറയണ്ടേ, എന്നിട്ട് പറയുന്നതിന് പകരം നീ എന്താ എന്നോട് ഇതൊക്കെ മറച്ചു വെക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ആദർശ് ചോദിച്ചു, അതിനാണോ അമ്മ പോയി അങ്ങോട്ടേക്ക് ചാടാൻ ഒഴുങ്ങിയെന്നൊക്കെ ചോദിക്കുകയാണ്, വെള്ളത്തിലേക്ക് ചാടാൻ ഒഴുങ്ങിയത്. അത് പിന്നെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അമ്മ എന്ത് പരിപാടി അമ്മ കാണിക്കാൻ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവേനെ ചീത്ത പറയുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, ആദർശാണ് ഒരു തെറ്റും ചെയ്തിട്ടല്ലോ, പിന്നെ എന്നെ അമ്മ എന്തിനിങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്. എന്നാലും എന്റെ മകൻ എന്നെ വിശ്വാസം ഇല്ലാത്ത പോലെ തോന്നി, എന്നോടെങ്കിലും അവനോട് തുറന്നു പറയാൻ മേലായിരുന്നോ. ഞാനെന്താ ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരുടെയും പറയുമെന്ന് കരുതിയിട്ടാണെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നെ വിശ്വാസം അവനില്ലായിരിക്കും എന്ന് പറയാം. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അതല്ലമ്മേ, അമ്മയ്ക്കറിയാലോ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നയനെ മുത്തശ്ശനും മുത്തശ്ശിക്കാനും വിശ്വസിച്ചു, പക്ഷെ അമ്മേനെ ഒരിക്കലും വിശ്വസിക്കാൻ പോലും കൂട്ടാക്കില്ല. അതിന്റെ സങ്കടവും ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നു പറയാണ്. പിന്നീട് ദേവേനെ ആദർശിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സൂര്യയുടെ മോനെ, എനിക്കറിയായിരുന്നു നിന്റെ മനസ്സിൽ എന്തോ വലിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേങ്കില് നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞപ്പോ എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അകറ്റി നിർത്തിയത്. എന്നോട് ക്ഷമിക്കെന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയണം, സോറിയൊക്കെ പറയണം. പിന്നീട് ആദർശോടും തൽക്കാലത്തേക്ക് മുത്തശ്ശൻ പറഞ്ഞത് ആരും അറിയണ്ടെന്നാ പറഞ്ഞേ, സാരമില്ല അഭി എത്രത്തോളം വരെ പോകുന്നു നോക്കട്ടെ, നമുക്ക് അതിനുശേഷം ഒരു തീരുമാനം എടുക്കാന്നൊക്കെ പറയണം. അങ്ങനെ ആ പ്രശ്നം അങ്ങോട്ട് സോൾവ് ആവുകയാണ്. ആദർശിന് മനസ്സിൽ ഭയങ്കര സന്തോഷമായി, അമ്മ അറിഞ്ഞല്ലോ, ഇനി പേടിക്കാനില്ല, ഇപ്പൊ ആരൊക്കെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മ തന്നെ വിശ്വസിക്കുമല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ഈ സമയം ദേവേനി നയനെ ആദർശം കൂടെ വീട്ടിലേക്ക് വരുവാണ്. വരുന്ന സമയത്ത് ചന്തുമോൾ അങ്ങോട്ടേക്ക് വന്നേ. ചന്തുമോളെ കണ്ടു കഴിഞ്ഞപ്പം ദേവേനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, മുമ്പെങ്കിലും ഇല്ലാത്തൊരു ഇഷ്ടം കൂടുതൽ തോന്നി. പിന്നീട് ചന്തുമോളെ അടുത്തേക്ക് വിളിക്കുകയാണ്, പക്ഷെ ചന്തുമോളെ അടുത്തേക്ക് എല്ലാം കൂട്ടാക്കില്ല. ചന്തുമോൾക്ക് ഭയങ്കര ടെൻഷനാ, കാരണം മുമ്പേത്തെ പോലെ എങ്ങനെ ഇനി തന്നെ വഴക്ക് പറഞ്ഞാലോ. ആ സമയം നയന പറഞ്ഞ്, പേടിക്കണ്ട, ദേ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ല, മുത്തശ്ശി വഴക്കൊന്നും പറയില്ല എന്ന് പറയണം. അങ്ങനെ ചന്തുമോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി ചന്തുമോളെ കോരിയെടുത്ത് ഉമ്മ വെക്കുവാണ്. ആ സമയം ആദർശന് നയനയ്ക്ക് സന്തോഷമായി, കാരണം അമ്മ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ചന്തുമോളോടുള്ള ഇഷ്ടം കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്കും മനസ്സിലായി. പിന്നീട് ചന്തുമോളോട് പറഞ്ഞു, അതെ മോളെ ഇനി മുത്തശ്ശി വഴക്കൊന്നും പറയില്ല കേട്ടോ, മുത്തശ്ശിക്ക് മോളെ ഭയങ്കര ഇഷ്ടമാണ്, മോള് മുത്തശ്ശിയുടെ അടുത്ത് എപ്പോഴും വരണം, നമുക്കിനി കളിക്കുകയൊക്കെ ചെയ്യാന്നൊക്കെ പറയണം. മുമ്പ് അങ്ങനെയായിരുന്നു, കൊണ്ടുവന്ന സമയത്ത് ദേവേനെയായിരുന്നു ചന്തുമോളോടൊപ്പം കളിക്കാനൊക്കെ കൂടിയിരുന്നേ. ചന്തുമോൾക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് ആദർശം നയനയും കൂടെ അകത്തേക്ക് കയറി പോവാണ്. ആ സമയത്താണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. ജലജ കണ്ടു ദേവേനെ കുഞ്ഞിനെ എടുത്തു വെച്ച് കുഞ്ചിക്കുന്നത്. അത് കണ്ടപ്പോഴത്തേനും ജലജ വന്നിട്ട്, ഓഹോ അപ്പൊ ഏട്ടത്തി ഇപ്പൊ ഇവിടെ അങ്ങോട്ട് അംഗീകരിച്ചോന്ന് ചോദിക്കാം, വേറൊരു നിവൃത്തിയില്ലല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, ഇത് ജലജ നീ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. അനാവശ്യമോ, 2 ദിവസമായിട്ട് ഏട്ടത്തേക്ക് കുഞ്ഞിനെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നല്ലോ, പിന്നെ പെട്ടെന്ന് എന്താ ഒരു ഇഷ്ടക്കൂടാല, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അതൊക്കെ എന്റെ ഇഷ്ടം, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, നീ അല്ലെന്ന് പറയാം. എന്ത് വേണേലും ആയിക്കോ, പക്ഷേങ്കില് ഏട്ടത്തിക്ക് ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടത്തി ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. നാളെ മുതൽ ഏട്ടത്തി ഒരാൾക്കാരുടെ സമാധാനം പറയേണ്ടതായിട്ട് വരും, കാരണം പുറത്തിറങ്ങുന്ന സമയത്ത് പല ചോദ്യങ്ങളുണ്ടാവും. ഇങ്ങനെ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങുവാണെങ്കിൽ നാളെ ചന്തുമോളം കൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് ആരെ എന്താന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഏടത്തേക്ക് പറയേണ്ടതായിട്ട് വരില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം, നീ തൽക്കാലത്തേക്ക് അതേക്കുറിച്ച് ഓർത്ത് തലമുണ്ടാക്കണ്ടെന്ന് പറയണം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോവാണ് മോളെ കൊണ്ട്. അതിനുശേഷം മുത്തശ്ശനെയും മുത്തശ്ശനും അടുത്തേക്ക് ചെല്ലുന്നേ. പിന്നീട് ഞാൻ ആദർശം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ ഈ കാര്യം മറച്ചു വെച്ച് വേറൊന്നും കൊണ്ടല്ല, നീ ഇത്ര നാളായിട്ടും ആദർശനെ മനസ്സിലാക്കിയിട്ടില്ലോ എന്നൊരു വിഷമം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരിക്കലെങ്കിലും നീ ആദർശനെ വിശ്വസിക്കുമായിരുന്നെങ്കിൽ എനിക്ക് നിന്നോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു. സ്വന്തം മോനായിട്ട് പോലും നീ അവനെ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. പക്ഷെ നയനമോൾ അങ്ങനെയല്ല. നയനമോൾ ഈ കാര്യം അറിഞ്ഞപ്പോ തൊട്ട് ആദർശനെ വിശ്വസിച്ചു, അവന് ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ലെന്ന്. പക്ഷെ നീ എന്താ ചെയ്തേ? സ്വന്തം അമ്മയല്ല നീ, എന്നിട്ട് നീ അവനെ അവിശ്വസിച്ചില്ലെന്ന് ചോദിക്കുക. നീ വളർത്തിയ മകന് അങ്ങനെ തെറ്റിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരുന്നോ? അതുകൊണ്ടാ നിന്നോട് പിന്നെ പറയണം ഞാൻ അത്ര നിർബന്ധം പിടിക്കാത്തേന്ന് പറയണം. അവൻ പാവമാണ്, പക്ഷെ തെറ്റ് ചെയ്തവർ ഇപ്പോഴും പുറത്ത് കിടന്ന് വിലസുവാന്ന് പറയണം. ദേവേന് പറഞ്ഞു, അതേച്ചാ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, ആദർശം എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കുവാന്ന് പറയണം. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, എന്താണ് എടിപടിയുന്ന ഒരു തീരുമാനം എടുക്കണ്ട, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്, വരട്ടെ, എന്ത് വേണമെന്ന് എനിക്കറിയാം, ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശൻ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.